ഇന്നലെ മഴ പെയ്തിട്ട് അപ്പോഴൊക്കെ തന്നെ ഇത് ആമിൻതാൻ്റെ ഉമ്മാൻ്റെ പണി ഇതാണ് ഇവിടെ മുറ്റത്ത് പിന്നെ സിമെന്റ് ഇട്ടെടുത്ത് എന്താ ഇട്ടെടുത്ത ബ്ലീച്ചാണോ അതോ കുമ്മായ കുമ്മായ ഇട്ടിട്ട് അടിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വഴുക്കൂല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആമിൻത വരുമ്പോൾ തന്നെ വഴുക്കി പോകും. അതുകൊണ്ട് പിന്നെ വേഗം ആമിൻതാനെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ലെറ്റ്സ് മീ ഷംസീറ. കഴിഞ്ഞ ആഴ്ച മുതൽ മഴ പെയ്യും എന്ന് പറയുന്നതല്ലാണ്ട് പെയ്തിട്ടില്ല. പക്ഷേ മതി, ഓക്കെ. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പറഞ്ഞായിരുന്നു മഴ പെയ്യുമെന്ന്, പക്ഷെ ഈ വ്യാഴാഴ്ച ആയിട്ട് പെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ മുതൽ അത് കാണിച്ചുതരാം. ആമിൻതാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി. ഓക്കെ, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ശക്തമായ മഴ ഉണ്ടാവുന്ന പറഞ്ഞു, പക്ഷെ ഇവിടെ ശക്തമായ മഴക്ക് പകരം ശക്തമായ വെയിലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല, ചെറുതായിട്ട് മഴ പെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പാകും. പക്ഷെ ഇന്ന് കാലത്തും ഇതേപോലെ തന്നെ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം നോക്കിയിട്ട് ഉമ്മയും ആമിൻറ്റയും കൂടി ഉമ്മ ഇടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ ഭാഗത്ത് പിന്നെ ഉമ്മയെ കൂടുതലായിട്ട് പോകുന്നത്, കാരണം പിന്നെ വണ്ടി എടുത്തിട്ട് ഞാൻ പോകുന്നതെന്നല്ലാണ്ട് വേസ്റ്റ് കെട്ടാനും ഇതിനെല്ലാം ഉമ്മയെ പോവുക. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഭയങ്കര പേടിയാണ്, വഴുക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ തന്നെ അപ്പോൾ പോയിട്ട് കുമ്മായിലിട്ട് നല്ല മുഞ്ചാക്കി വെക്കുക. അതാണ് ഉമ്മൻ്റെ പരിപാടി. ഞാൻ പോകുന്നത് ഈ ഒരു വഴിയിലൂടെ, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഗാർഡനിലേക്ക് എത്താം. അപ്പോൾ ഇന്നലെ മഴ പെയ്യുമ്പോൾ ഞാൻ മാച്ചൂടെ റിമോനെ നാളെ നല്ല മഴയായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ പിന്നെ ഇന്ന് പുറത്തു പോകാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് പറഞ്ഞാൽ അഴീക്കോടേക്കാണ്. കാരണം 2-3 ദിവസത്തേക്ക് മാച്ചൂനെ ലീവ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പം ബ്രിഡ്ജ് ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ 2-3 ദിവസത്തെ ലീവ് കഴിഞ്ഞാൽ ഇനി ശരിക്കുള്ള ക്ലാസ് ആരംഭിക്കുള്ളൂ. അപ്പോൾ അതിനിടയിൽ 2-3 ദിവസം തത്തമ്മൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഞാൻ വേറെ മോനെ ഇന്ന് നടക്കൂല, കാരണം മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഒന്നാമത് കാർ എടുത്തിട്ട് കൊണ്ടുവിടാൻ കഴിയില്ല, കാരണം ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ കാറിൻ്റെ ഏസിൻ്റെ ഉള്ളിൽ പിന്നെ എലി കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ എലി ചത്ത തന്നെ ഉറപ്പാണ്, കാരണം സെൻസർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവീസ് സെൻ്ററൊന്നും തുറന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് അഥവാ മഴയാണെങ്കിൽ പോകാൻ കഴിയൂല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാവിലെ മൂഡ് ഓഫാണ്, ഒരു മൂഡും ഇല്ലാണ്ടത് ഓൺലൈൻ ക്ലാസ്സിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നലത്തെ ചാലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. ഇത് കണ്ട ഇവിടെ മൊത്തത്തിൽ കച്ചറാക്കി വെച്ചിട്ടാ പോയിന്. ഞാനും ആ ചുമ്മയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം 2 രൂപ കിട്ടും. ഗൈസ്, അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട്, മഴയിലും പോയി. ഇതാ ഒരാൾ റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. നേരത്തെ മഴ ആയതുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ട് നിന്നത്, ഇപ്പോൾ ഫുൾ ഹാപ്പി ആയി അല്ലേ മാച്ചോ? വലിയ കെട്ടലുണ്ടല്ലോ. ഇതെന്തേ ഒരാഴ്ചക്ക് വേണ്ടി പോകുന്നതാ? ആകെ 2 ദിവസത്തേക്കാ പോകുന്നത്. ഓർമ്മ വന്നില്ല. ഇല്ല ഭാര്യ കെട്ടിയതോന്നല്ല. അഴീക്കൂടെ എത്തിയപാട് ഉപ്പാപ്പാനെല്ലാം കണ്ടിട്ട് നേരെ വന്നേട്ടേക്കാന്നറിയോ ഇതാ തത്തമ്മനെ കാണാൻ വേണ്ടി. ഇതിന്റെ പേരെന്താ? സാസു. വല്ലാത്തൊരു പേര്. എന്നാ വേറെന്തൊക്കെ ചാച്ചൂന്നാ കിട്ടൂടെ? ഇതാരാ ഇട്ടിരി പേര്? പേര് നല്ല പേരല്ലേ? പിന്നെ ഓർമ്മയുണ്ടാ ഇവിടെ ശർപ്പം നല്ല അട്ടി ഇങ്ങനെ വേദനിക്കുന്നുണ്ടായിട്ടാ ആ വേദന എടുക്കുന്നുട്ടോ ശരിക്ക്. ഇതിന് നഖം വലുതായിട്ടാ ഇത് ഇവിടെ ലേറ്റിട്ടതിന്റെ ശർപ്പം ഇവിടെ ഫിഷ് ടാങ്കെല്ലാം ആക്കിയിട്ട് ലേറ്റിട മാച്ചോ. അന്ന് ഞാൻ കൊറേ എടുത്ത് കളിപ്പിച്ചില്ല, പക്ഷെ ഇന്ന് അതിന്റെ നഖമല്ലാണ്ട് കുത്തുന്നപ്പോ ഇനി 2 ദിവസം ഇതിനിങ്ങനെ എടുത്തെടുത്ത് എന്താ പറയാ, ഇതിനെ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഓടിച്ചാടി വന്നത്. മച്ചോ അന്ന് ഞാൻ പോട്ടെ, അല്ല മഴ പെയ്തിനെങ്കിലോ ഞാൻ പോട്ടെ. ചേട്ടാ ബൈ ബൈ. അതിൻ്റെ കൂടെ അഴീക്കോട് ഞാനും പോകണമെന്ന് വിചാരിച്ചത് 2 ദിവസം നിൽക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ കസിൻ്റെ കല്യാണം ഞാൻ ഒന്ന് പറഞ്ഞില്ലേ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞത്, അതിപ്പം മറ്റന്നാളൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഫാൻസി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഇപ്പം ഇനി കല്യാണ വീട്ടിലാണ് വന്നിട്ടുള്ളത്.
ഇവിടെ അപ്സ്റ്റെയറിലാണ് എല്ലാവരും ഉള്ളത്. എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് താഴെ നിന്ന്. ഏതായാലും നമുക്ക് മുകളിൽ പോയി നോക്കാം. എന്നോട് തുറക്കല്ലേ ഇതിലേ പോകുമ്പോ ഒന്ന് ജസ്റ്റ് കേറിയിട്ട് പോകാൻ വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ആണ് മനസ്സിലായത് ഇങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി ഉണ്ട് എന്ന്. ഇവിടെ എല്ലാവരും സനുവിന് പണി കൊടുക്കാൻ വേണ്ടി തകൃതിയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാവ സനുവാണെങ്കിൽ ഒന്നും അറിയാണ്ട് ഇവിടെ താഴെ നിൽക്കുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മളെ പുതിയാപ്ല. ഇപ്പം മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഹായ്. ഹലോ. ഇത് അങ്കിൾ. ആരാന്നറിയോ? എന്താ പേര്? ആയിഷ. വിദ്യല്ലേ? ഓ, ഇത്ര വലിയ പേരാ. നമുക്ക് ഷോർട്ടായിട്ട് എന്താ വിളിക്കുക? ഐഷു എന്ന് വിളിക്കാം അല്ലേ? ഓക്കെ. ഇന്നിപ്പോൾ ഞാനിവിടെ എത്തിയിട്ട് ഡ്രസ്സെല്ലാം മാറി. ഇത് മാളുവിൻ്റെ ഡ്രസ്സാണ്. മെലിഞ്ഞുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഡ്രസ്സ് ഇടാറില്ലേ. അപ്പോൾ അമ്മായി ഒരു നേരത്തിൽ വിടുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇല്ലില്ല, എത്തിയില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി കഴിഞ്ഞിട്ട് പോകാമെന്ന്. ഇവിടെ എല്ലാവരും സനുവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പ്ലേ കാർഡ് വിതരണമാണ്. ഒരാളതൊന്ന് കാണിച്ചേ. ആ ആന്റി അങ്കിളൊന്ന് കാണിച്ചേ. മലയാളം അങ്കിള് പോകുന്നു. ആ മലയാളം കാണിച്ചേ. ഇത് ആരുടെ ഐഡിയ? അങ്കിളിന്റെ ഐഡിയ? ഇക്കാക്കൊന്ന് കാണിച്ചേ. കാർഡ് കാണിച്ചേ. ഇതാരതാന്നറിയോ വേർഡ്സ്? ആരാ വേർഡ്സ്? ഇക്കാക്കാന്റെ വേർഡ്സ് അത്. എന്തായാലും കലക്കി. സൂപ്പർ. എന്റെ അനാവശ്യമായിട്ടുള്ള ഫ്രീഡം കഴിഞ്ഞെന്നാ പറഞ്ഞു. ഓ ശരി. പിന്നെ ഇവിടെ എന്താ നോക്കട്ടെ. അത് കണ്ടിട്ടില്ല. There is no journey back now. Oh, മാവാന്റെ വേർഡ്സ്. രണ്ട് മാമമാര്. പിടിക്കട്ടെ, ഒരിക്കലും ശിക്ഷ അത്. മുമ്പോട്ട് പോണം പോലും. അനുഭവം വെച്ച് കപ്പ റെസ്പോൺസിബിൾ ഫ്രീഡം. മലയാളം വായിക്കാൻ ഫ്രീഡം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ വരൂ. Pas de soleil, 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 pas de soleil,
പോവാന്ന് വിചാരിച്ചത്. പക്ഷെ പിന്നെ അമ്മായി വിടുന്നില്ല, എന്നെന്തായാലും ഇവിടെ നിന്നാൽ മതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ കേക്കെല്ലാം കുറിച്ചിട്ട് പോവാൻ വിചാരിച്ചത്, പറ്റാണ്ടായി. അപ്പോൾ പിന്നെ എന്താ പറയുക, സുരാജ് പറഞ്ഞ പോലെ ഐ എം ട്രാപ്ഡ്. ഇപ്പൊ മാച്ചു വന്ന് കരുതുന്നുണ്ടാകുക, മാച്ചുവിന് കൂട്ടാണ്ട് ഇവിടെ നിൽക്കുന്നതായിട്ട്. കാരണം മാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി. അന്നൊരു ദിവസം വന്നിട്ട് തന്നെ പിന്നെ അമ്മയോട് പറഞ്ഞാൽ ഞാൻ വേറെ ദിവസം വരാം, കുറേ ദിവസം നിൽക്കാൻ മൊത്തം പോയി. പക്ഷെ ഇന്ന് മാച്ചു ഇല്ല. മാച്ചു പിന്നെ എന്താ പറയുക, അഴീക്കോടാണ്, ഞാൻ മാത്രം ഇവിടെ. പിന്നെ വിചാരിച്ച് ഇങ്ങനെയുള്ള അവസരമെല്ലാം എപ്പോഴെങ്കിലല്ലേ കിട്ടുള്ളൂ, ഏതായാലും എൻജോയ് ചെയ്യാൻ വിചാരിച്ച്. ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക, മഴ പെയ്തിട്ട് എല്ലാവരും അകത്തേക്ക് വന്നിട്ടുള്ളത്. അവിടെ കുറെ ഫോട്ടോസ് എല്ലാം എല്ലാവരും എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറപ്പൊന്നുമില്ല ഇന്ന്. എന്ന് വെച്ചാൽ കുറേ പിന്നെ എന്താ പറയുക, കളിക്കാനെല്ലാം ഉണ്ട്, എന്തെല്ലോ കളികളെല്ലാം ഉണ്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് നോക്കട്ടെ. ഇവിടെ വന്നാൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലുമായിട്ടെല്ലാം കളിച്ച് വർത്തനം പറഞ്ഞ് ചിരിച്ച് എന്നിട്ടില്ല ഒന്നെങ്കിൽ പതിരാക്കെല്ലാം ഉറങ്ങും, അല്ലെങ്കിൽ ഉറങ്ങുകയും ചെയ്യില്ല. അതാണ് നമ്മളെ പരിപാടി. എന്താ ഇങ്ങനെ എല്ലാവരും ഇടുന്നത്, സെൽഫി എടുക്കലാ? ഫസ്റ്റ് എടുത്തിട്ട് പോ നോക്കിയേട്ടാ. അല്ല ഇവിടെ എന്താ സംഭവിച്ചത് നോക്കട്ടെ. കുറച്ചെനിക്ക് എടുക്കാനാ? ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പാതിരയാകുമ്പോൾ നല്ലോണം മഴ വരണ്ട, പിന്നെ അവിടെ കാർ ഷെഡ് കയറ്റിയിടാം. ബാക്കി എല്ലാ വണ്ടികളെല്ലാം ഇവിടെ പുറത്തുള്ളത്, അത് ഒന്നേ അവിടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അവഞ്ചറും കൂടി ഇടാം. അപ്പോൾ അത് സമാധാനമായി, ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചല്ല. നേരത്തെ അപ്പുറത്ത് വെച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വെച്ചാൽ മഴ പെയ്യുമ്പോൾ പഠിച്ചോലെ ഇത് തുരുമ്പെടുക്കുമോ എന്ന് വിചാരിച്ചിട്ട്. ഒരു മഴ കൊണ്ടാലും തുരുമ്പെടുക്കൂല, എന്നാലും ഭയങ്കര ടെൻഷനാണ്. ബലൂൺ ആരാണ് കൂടുതൽ പൊട്ടിക്കാനുള്ള മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പെണ്ണെടുത്ത് വന്നിട്ടുണ്ടാ മോളെ. അപ്പൊ എന്നാന്നുള്ളത് കയ്യില് പറത്തൽ സര വിജയിച്ചിരിക്കുന്നു. അമ്മായി എന്താ ആക്കുന്നത്, ഇട്ട് തിരിക്കുന്നില്ല. ആ അങ്ങനെ അങ്ങനെ പെന്നു വേണോ? ഇതാ ഓള് 100 ആക്കിനിതാ. മാള് മെല്ലനെ എഴുതിക്കോ, കുറച്ച് സമയം കളിക്കണ്ടല്ലേ. മാളു എത്ര നീട്ടാ പേപ്പറിലിടണി. അതന്നെ പണി കയ്യില്. വാളു വാളു ജയിച്ച്. ഓ അത്രേ എഴുതിയിട്ടുള്ളൂ. 66 ഇന്ന് രാവിലെ എനിക്ക് ഗുണം കഴിച്ചത്. പക്ഷേ പിന്നെ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് ഉറങ്ങിയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും പറ്റില്ല. ഇപ്പോൾ എണീച്ച് ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു പോകാമെന്ന്. പിന്നെ ഇന്നലെ എന്ന് പറയുന്നത് ഞാൻ മഴയൊക്കെ ആയതുകൊണ്ട് ക്യാമറ ഒന്നും എടുക്കാണ്ട് വന്നതാണ്. തന്നെ ആ ഫംഗ്ഷൻ ഞാൻ മുൻകൂട്ടി കാണാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, ക്യാമറ നോക്കുന്നത് അത്ര വലിയ ക്ലിയറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് വേണം ആദ്യം ടൗണിലേക്കെല്ലാം പോകാൻ വേണ്ടി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാണ്ട്. മാറ്റുള്ള ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം വാങ്ങിക്കാനുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. തീർച്ചയായും മാക്സിമം ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ അതിന് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് വീണ്ടും കാണുന്നത്. ബൈ ബൈ.